കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ചതിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആനയെ എഴുന്നള്ളിക്കുന്നതിൽ കുറ്റകരമായ വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട്. ഇടഞ്ഞ പീതാംബരൻ എന്ന ആനയ്ക്ക് മദപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. മുമ്പും അക്രമ സ്വഭാവം കാട്ടിയ ആനയുടെ കാലുകളിൽ ചങ്ങല ഉണ്ടായിരുന്നില്ല. പടക്കം പൊട്ടിയതിന്റെ ശബ്ദം ആനയെ പ്രകോപിതനാക്കി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആന എഴുന്നള്ളിപ്പിൽ നിബന്ധന പാലിക്കുന്നതിൽ ഗുരുതര വീഴ്ച പറ്റിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. നിബന്ധനകൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് ആ സംശയങ്ങളെ സംശയങ്ങളെ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മദപ്പാടുണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആനയെ എഴുന്നള്ളിക്കാൻ പറ്റുമോ ഇല്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. പോലീസ് അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനം വകുപ്പാണെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലും നാട്ടാന പരിപാലന സംരക്ഷണ നിയമത്തിലും ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കർശനമായ നിലപാടുകൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും. ഇന്നലെ കോഴിക്കോട് ചേർന്ന ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പടക്കം പൊട്ടിച്ചാൽ ഗുരുവായൂർ പീതാംബരൻ അസ്വസ്ഥനാവുമെന്ന് നേരത്തെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നെന്നും പടക്കം പൊട്ടിക്കുമെങ്കിൽ മുൻകൂട്ടി തങ്ങളെ അറിയിക്കണമെന്നത് പാലിച്ചില്ല എന്നും പാപ്പാന്മാരും മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, തീർത്തും ലാഘവത്തോടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മന്ത്രിയുടെ പ്രതികരണവും അതുതന്നെയാണ് പറയുന്നത്. ഗുരുതരമായ ചട്ടലംഘനങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. എപ്പോഴായിരിക്കും ഈ ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ കേസുണ്ടാവുക? ലക്ഷ്മി, തീർച്ചയായും വലിയ ലാഘവത്തോടെയാണ് ഈ ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചത് ക്ഷേത്ര കമ്മിറ്റി എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നത്. വളരെ ലാഘവത്തോടെയാണ് അവർ ഈ കാര്യങ്ങളെ കണ്ടിരുന്നത്. ഈ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആനകളുടെ ശാരീരിക അവസ്ഥ പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള ഒരു രീതിയാണ് അവലംബിച്ചത് ക്ഷേത്ര കമ്മിറ്റി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ അതെല്ലാം ആനയുടെ മദപ്പാടിന്റെ സാഹചര്യം പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയായിരുന്നു. അത്തരത്തിൽ മറ്റ് ദേവസ്വത്തിന്റെ പേരിൽ ഉൾപ്പെടെ ആക്ഷേപം വരുന്ന രീതിയിലായിരുന്നു ചർച്ചകൾ ഉയർന്നിരുന്നത്. താങ്കൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതാണ് എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കുന്ന ഉൾപ്പെടെ ആനയെ പ്രകോപിപ്പിച്ചു പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ആനയുടെ പാപ്പാന്മാർ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി ഈ ആന മുമ്പും ഈ പടക്കം പൊട്ടിക്കുമ്പോൾ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന പ്രകോപിതനാവുന്ന സാഹചര്യമുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിക്കരുത്, അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളെ അറിയിക്കണം എന്നൊക്കെ തന്നെ കൃത്യമായി അറിയിച്ചിരുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ലാഘവത്വത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും ഈ ആന എഴുന്നള്ളത്തിന് മുമ്പായി തന്നെ ആന വരുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ആനയെ ഗുരുവായൂർ പീതാംബരനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് തൊട്ടടുത്ത മറ്റൊരു ആന ഗോകുലിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ ക്ഷേത്രത്തിന്റെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും 3 പേർ മരിക്കുന്ന വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തതെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ലാഘവത്തോടെ ഈ വിഷയങ്ങളെ കണ്ട ക്ഷേത്ര കമ്മിറ്റി കൃത്യമായും ഇതിന് മറുപടി പറയേണ്ടി വരും. കൃത്യമായ നടപടികൾ ഉണ്ടാവുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലെയും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും പോലീസിന്റെ റിപ്പോർട്ടും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ലാഘവത്വത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റിക്ക്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ആനകളെയൊക്കെ എഴുന്നള്ളിക്കുന്ന സാഹചര്യം ആവശ്യപ്പെടുന്ന ക്ഷേത്ര കമ്മിറ്റികൾ എത്രത്തോളം ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് നടത്തുക എന്നുകൂടി വെളിവാക്കുന്നതാണ്. എല്ലാ ദിവസവും ഇത്തരത്തിൽ ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റികൾ ഇതിന്റെ കൃത്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്നാണ് മന്ത്രിയും സൂചിപ്പിച്ചിട്ടുള്ളത്. ചട്ടം പാലിക്കാതെയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ ആനകളെ എഴുന്നള്ളിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് കൊയിലാണ്ടിയിലെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മറ്റ് നിയമ നടപടികൾ വളരെ വൈകാതെ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി, ലാഘവത്തോടെ ക്ഷേത്ര കമ്മിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ജീവൻ കൊണ്ടുള്ള കളി തന്നെയാണ് അവിടെ നടന്നത്. കാരണം 3 ജീവനുകളാണ്, 3 വിലയേറിയ ജീവനുകളാണ് ഈ അനാസ്ഥ കാരണം, ഈ വീഴ്ച കാരണം, ലാഘവത്വം കാരണം നഷ്ടമായത്. രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.